ന്യൂസ് എക്സ്ക്ലൂസീവ് വാർത്തയാണ് പുറത്തുവിടുന്നത്. മാധ്യമപ്രവർത്തകർ രാജ്യത്തിന്റെ സുരക്ഷാ നിയമം ലംഘിച്ചപ്പോൾ കേന്ദ്ര സായുധ പോലീസായ CISF കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അമേരിക്കൻ ആക്രമണ ഭീഷണി പേടിച്ച് ജീവഭയത്തിൽ ഇന്ത്യൻ തുറമുഖത്ത് അഭയം ചോദിച്ചെത്തുകയായിരുന്നു ഇറാനിയൻ യുദ്ധക്കപ്പൽ. കേന്ദ്ര സർക്കാർ ഇറാൻ യുദ്ധക്കപ്പലിന് അനുമതിയും സംരക്ഷണവും നൽകി. ഇറാൻ കപ്പലിലുള്ള 180ഓളം നാവികർ ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ കേന്ദ്രത്തിലുണ്ട്. ഇവർ നേവിയുടെ കസ്റ്റഡിയിൽ സുരക്ഷിതരാണ്. ഇവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ കൊച്ചി പോർട്ടിന്റെയും നാവികസേനയുടെയും സുരക്ഷാ നിയമം ലംഘിക്കുകയായിരുന്നു മലയാള മാധ്യമക്കാർ. ചാനൽ റേറ്റിംഗിനായി ഇത്തരക്കാർ സാധാരണ മാസശമ്പളം വാങ്ങുന്ന യുവാക്കളെ ബലിയേടാക്കുകയായിരുന്നു. ചാനൽ മുതലാളിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയും മറ്റും ബ്രേക്കിംഗ് വാർത്ത പിടിക്കാനായിരുന്നു ഇവ ഇറാനിയൻ യുദ്ധക്കപ്പലിന്റെ അടുത്തെത്താൻ ശ്രമിച്ചത്. ഉടൻ തന്നെ അതിക്രമിച്ചു കയറി മുഴുവൻ പേരെയും CISF പിടികൂടി. ഇവർ കസ്റ്റഡിയിലാണ്. ഇവരെ മോചിപ്പിക്കാൻ ചാനൽ മാനേജ്മെന്റുകൾ നേരിട്ട് കേരള സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. എന്നാൽ കേരള സർക്കാരിന് കേന്ദ്ര പോലീസിന്റെ മേൽ നിയന്ത്രണമില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. തുടർന്ന് പിടികൂടിയ ജേർണലിസ്റ്റുകളുടെ ഉടമകൾ BJP നേതാക്കളെ ബന്ധപ്പെട്ട് മോചന ശ്രമം നടത്തി വരികയാണ്. കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട ഇറാൻ യുദ്ധക്കപ്പലിന്റെ ചിത്രങ്ങൾ പകർത്താൻ പോയ 6 മലയാള മാധ്യമ പ്രവർത്തകരെ CISF കസ്റ്റഡിയിൽ എടുത്തു എന്നത് സ്വന്തം മാധ്യമ സ്ഥാപനങ്ങൾ പോലും ഒളിപ്പിച്ചു. അതിസുരക്ഷാ മേഖലയിൽ നിയമം ലംഘിച്ചു കയറിയവരെ പിടിച്ച വാർത്ത സ്വന്തം മാധ്യമ സ്ഥാപനങ്ങൾ വരെ പൂഴ്ത്തുകയായിരുന്നു. മാധ്യമ പ്രവർത്തകരെ മോചിപ്പിക്കാൻ യൂണിയനും സ്ഥാപനങ്ങളും ശ്രമം ആരംഭിച്ചു. ചാനൽ റേറ്റിംഗ് കൂട്ടാൻ മാധ്യമ പ്രവർത്തകരെ ഉടമകളും മേധാവികളും ബലിയാടാക്കിയെന്നും പറയുന്നു. എന്തായാലും കേന്ദ്ര സായുധ പോലീസ് അവരുടെ ജോലി കൃത്യമായി ചെയ്തു എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാനിയൻ കപ്പൽ മരണവെപ്രാളത്തിൽ കൊച്ചിയിൽ അഭയം തേടിയത്. ഒരു കപ്പൽ അമേരിക്ക ശ്രീലങ്കൻ തീരത്ത് മുക്കിയിരുന്നു. രണ്ടാമത്തെ കപ്പൽ അമേരിക്ക ലക്ഷ്യം വെച്ചപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയെത്തുകയും കേന്ദ്ര സർക്കാർ കൊച്ചിയിൽ സംരക്ഷണം നൽകുകയുമാണിപ്പോൾ. ഇറാൻ യുദ്ധക്കപ്പൽ കൊച്ചിയിൽ അഭയം നൽകി ഇന്ത്യ. അമേരിക്ക ഇറാന്റെ യുദ്ധക്കപ്പൽ ഒരെണ്ണം ശ്രീലങ്കൻ തീരത്ത് തകർത്തിരുന്നു. തുടർന്നാണ് മറ്റൊരു കപ്പൽ ഇന്ത്യയിൽ അഭയം തേടിയത്. കൊച്ചിയിലേക്ക് അമേരിക്കയുടെ ടോർപിഡോകൾക്ക് സ്ഥാനമില്ല എന്നും എത്തില്ല എന്നും ഇന്ത്യയുടെ ഉറപ്പിന്റെ കരുത്തിലാണ് ഇപ്പോൾ ഇറാൻ കപ്പൽ കൊച്ചിയിൽ വിശ്രമിക്കുന്നതെന്നും റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ യുദ്ധത്തിൽ ഇടപെടുന്നില്ല എന്നും അമേരിക്കയ്ക്ക് ഒപ്പമെന്നുമുള്ള മുറവിളികൾക്കിടെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ഇറാന്റെ അതിദയനീയമായ അവസ്ഥയാണ് ഈ വിവരങ്ങൾ കാണിക്കുന്നത്. സ്വന്തം യുദ്ധക്കപ്പൽ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനാകില്ലെന്ന് മാത്രമല്ല പുറത്തിറക്കാൻ പോലും ആകാത്ത അവസ്ഥ. പുറത്തു കണ്ടാൽ അമേരിക്കയും ഇസ്രയേലും കപ്പലുകൾ കത്തിക്കും, മുക്കിക്കളയും. ഒരു ഗതി പരഗതിയുമില്ലാതെ ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടുകയാണ് ഇറാനിയൻ യുദ്ധക്കപ്പൽ. ഇന്ത്യ ആകട്ടെ അപകടഘട്ടത്തിൽ മരണവെപ്രാളത്തിലെത്തിയ ഇറാനിയൻ കപ്പലിന് ഡോക്ക് ചെയ്യാൻ കൊച്ചി തീരം നൽകി. ഇറാനിയൻ കപ്പൽ ഇനി ഇന്ത്യയുടെ കരുത്തിന്റെ ബലത്തിൽ തീരത്ത് സുരക്ഷിതമായി കഴിയും. അങ്ങനെയെങ്കിലും ഇന്ത്യ ഇടപെട്ട് ഒരു പടക്കപ്പലെങ്കിലും ഇറാനെ രക്ഷിക്കാനാകട്ടെ. ഇറാൻ വലിയ യുദ്ധമാണ് നടത്തുന്നതെന്ന് വീമ്പിളക്കുന്നവർക്ക് കൂടി മറുപടിയാണ് കൊച്ചിയിൽ ഇറാന്റെ കപ്പൽ ജീവനും കൊണ്ട് ഓടിപ്പാൻ എത്തിയതും ഇന്ത്യ അഭയം നൽകിയതും. ഇപ്പോൾ ലോകത്താവട്ടെ ഇറാൻ ആകെ വിശ്വാസമുള്ള രാജ്യം കൂടി ഇന്ത്യ ആവുകയാണ്. ഒരു ഇസ്ലാമിക രാജ്യത്തെയും ഇറാന് വിശ്വാസമില്ല. പാകിസ്ഥാനെയും തുർക്കിയെയും ഒന്നും വിശ്വാസമില്ല. ഈജിപ്തിനെ വിശ്വാസമില്ല. കാരണം അവിടെയൊന്നും ഇറാൻ സുരക്ഷിതമല്ല. ഇന്ത്യയിൽ ഇറാൻ കപ്പൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിന്റെ നയതന്ത്രവും ഇതാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.